നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുളയുടെ മക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈയിടെയായിട്ടൊരു സംഭവം, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ BJP-യിൽ നിന്ന് ജയിച്ച ഏക MP സുരേഷ് ഗോപിയാണ്. അദ്ദേഹം രാഷ്ട്രീയ മതഭേദമന്യേ ജാതിഭേദമന്യേ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ്. തോറ്റപ്പോഴും അതേ, രാജ്യസഭ MP ആയിരുന്നപ്പോഴും അതേ, ഇപ്പോഴും അതെ, ഇപ്പോൾ MP ആയിട്ട് ലോക്സഭയിലേക്ക് പോയപ്പോഴും അതേ. അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹി എന്ന് പറയുന്നത് 2014 ശേഷമോ അല്ലെങ്കിൽ 2020 ശേഷം 24 ശേഷം ഒന്നും പൊന്തിയതല്ല. അദ്ദേഹം മുമ്പും പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇത്ര കണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൽ പലർക്കും അസഹിഷ്ണുത ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വിജയിച്ചതിൽ പലർക്കും അസഹിഷ്ണുത ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ എന്തോ ബാലികേറ മലയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് വളരെ സുലഭമായി അത് നേടിയെടുത്ത് അവർ അക്കൗണ്ട് തുറന്ന് ഒരു അജയനായ നേതാവും MP-യും അവർക്കുണ്ടായപ്പോൾ ഉണ്ടാകുന്ന ചില അസഹിഷ്ണുതകൾ, അത് അദ്ദേഹത്തിൻ്റെ ഓരോ പൊതുസമ്പർക്ക പരിപാടികൾ, ജനസമ്പർക്ക പരിപാടികളിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെയധികം കുത്തിത്തിരിക്കാനും വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലും ഭാവത്തിലും വാക്കുകളിലുള്ളത് പോലും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾ കുത്തിത്തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതരത്തിൽ അദ്ദേഹത്തിനെ ചൊടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ പ്രകോപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വിവാദങ്ങളിലൂടെ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും താറടിക്കാൻ, അദ്ദേഹത്തിൻ്റെ പിന്തുണയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ ഒരു ഭവന നിർമ്മാണത്തിലുള്ള നിവേദനം അദ്ദേഹം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം അതിന് മറുപടിയുമായി വന്നിട്ടുണ്ട്. വളരെയധികം വ്യക്തമായിട്ടുള്ള മറുപടിയാണ്. അതായത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയുള്ള കാര്യമാണ്. നടക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഞാൻ ചെയ്യാറില്ല, വാഗ്ദാനങ്ങൾ ചെയ്താൽ ഞാനത് പാലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയമല്ല, ജനങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത്. അപ്പോൾ എന്നെ തോൽപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്നെ ഉന്നം വെച്ചിട്ടാണെങ്കിൽ കൂടി ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിനോട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഞാൻ പറയട്ടെ, ഈ ആന പോകുന്നിടത്തൊക്കെ ആനയെ കാണാൻ ആളുകളുണ്ടാവും. ആനയ്ക്ക് അറിയാം ഇപ്പോൾ ആരെ എങ്ങനെ ആനയെ കാണണം എന്നുള്ളത്. അത് നെറ്റിപ്പട്ടം കിട്ടിയ കൊമ്പനാണ്. ആ ഒരു ആദ്യത്തെ എന്നും കാണിക്കും, അതെന്നും കാണിച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിങ്ങൾ എത്ര കണ്ട് വെറുപ്പിച്ചോളൂ, കുത്തിത്തിരിച്ചോളൂ, അദ്ദേഹത്തിന് എത്ര കണ്ട് പ്രകോപിപ്പിച്ചോളൂ, താറടിച്ചോളൂ, അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന ഒരു ജനത കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞു. അത് എല്ലാ ജില്ലകളിലും, ഒരു ജില്ലയിൽ മാത്രമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളുടെ ജീവിതത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തോട് അദ്ദേഹം ഉയർത്തിയെടുത്ത ഒരു സ്വാധീനം എന്ന് പറയുന്നതും ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നതും ഈ മാമകൾ, അതായത് മഞ്ഞ മാധ്യമങ്ങളുടെ പോലും നിലവാരമില്ലാത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ല, ഇനി ഏതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ എത്ര കണ്ട് ശ്രമിച്ചാലും ഈ ജനപിന്തുണയ്ക്ക് ഒരു 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 ചെറിയൊരു സ്പർശം പോലും ഉണ്ടാവില്ല. അദ്ദേഹം വന്നിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് മൂപ്പര്. അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലൂടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അവനവൻ്റെ കീശയിൽ നിന്ന് കാശ് ചെലവാക്കി അങ്ങനെ സഹായങ്ങൾ ചെയ്തുകൊണ്ടും നന്മകൾ ചെയ്തുകൊണ്ടും വന്ന മനുഷ്യനാണ്. അപ്പോൾ